ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ വീണ്ടും ഇന്ത്യൻ ബൈക്കിങ് 3D റിവ്യൂ സീരിയസ് ആയിട്ട് വരും. അപ്പം നമ്മൾ ഇന്ന് പറയുകയാണെങ്കിൽ ഒരു പുതിയ പുരയിലാണ് കേട്ടോ. അതല്ല, നമ്മളൊരു പുതിയ മാൻഷനാണ് കേട്ടോ സെറ്റാക്കി. സംഭവം നമ്മൾ പഴയ മാൻഷന് ചെറിയൊരു വർക്ക് ഉണ്ട്. അപ്പോൾ ആ വർക്കിന് കൊടുത്ത അപ്പം നമ്മൾ GTA 5 ഫ്രാങ്ക്ലിൻ്റെ ഒരു ചെറിയ മാക്ഷൻ സെറ്റപ്പ് കിട്ടിയപ്പോൾ നമ്മൾ അത് സെറ്റാക്കി. അപ്പോൾ സെറ്റ് സ്ഥലമാട്ടോ ഗൈസ്, വേറെ ലെവല് ഒരു അടിപൊളി എനിക്ക് വേറെ എല്ലാ ഗൈസ് ഉണ്ട് കേട്ടോ. നമ്മളെ അനുഷോ വരുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ നല്ല ഓനാവണ്ടേ, അതുകൊണ്ട് നമ്മൾ ഓന് നല്ലൊരു ഹൗസ് വീഡിയോ സെറ്റാക്കിയത്. അപ്പം നമുക്ക് വേറെ എന്തിനല്ല കേട്ടോ ഇറങ്ങുന്നത്. നമ്മൾ അനുഷ് വരുമ്പോൾ ഓന് നമ്മളെ കാറ് സെറ്റാക്കി വെക്കുന്നത്, അതുകൊണ്ട് ഫുള്ള് നമ്മൾ സെറ്റാക്കി എടുത്തു ഓന്. കാരണം നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഓനെ ഇനി കൂടുതലുണ്ടായിനി, അതുകൊണ്ട് ഓന് വേണ്ടിയൊക്കെ നമ്മൾ സെറ്റാക്കി എടുക്കണ്ടേ. അപ്പോൾ നമുക്ക് ഏതായാലും ഈ കാർ എയർപോർട്ട് കൊണ്ടുപോയിരിക്കാം. കാരണം നമ്മളെ ഷോറൂം തുടങ്ങാനും ബാക്കി എല്ലാത്തിനും. കാരണം അവിടെ ഒരു ഇത് വന്നപ്പോഴത്തേനും ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് വന്നപ്പോഴത്തേനും നമ്മളെ എല്ലാ അതും പോയിനി ഗൈസ്. സംഭവം നമ്മളെ ഷോറൂമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഗൈസ് ഒക്കെ അത് പോയിന്. പക്ഷെ നമ്മളപ്പോൾ പോരാ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് പഴയ പോലെ തന്നെ കേട്ടോ. ഇതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഓടിക്കുന്ന കാറ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ BMW M5 ആണ്. അപ്പോൾ നമുക്ക് പോരാൻ കണ്ടുപോകാം. അതുകൊണ്ടാണ് ഈ റോട്ട് എടുത്തിട്ടോ. തെക്കിയിട്ടില്ല കാറിന്. അപ്പം അവനെ കൊണ്ടുപോകുമ്പോൾ ഒരു പ്രീമിയം ആയിക്കോട്ടെ വിചാരിച്ചാണ് BMW M5 വെച്ച് പിന്നെ റോയ്സ് ഒക്കെ എടുക്കാൻ വിചാരിച്ചില്ല. അവൻ പറഞ്ഞ് അത്ര പ്രീമിയം ഒന്നും വേണ്ടാന്ന്. ഇതാരും നമ്മളെ വീടിൻ്റെ മുന്നിലൊക്കെ ഈ കാറൊക്കെ ആക്സിഡൻ്റ് ആയി തോന്നുന്ന ആൾക്കാരുടെ ആദ്യം കൊണ്ടുവന്ന് ആക്സിഡൻ്റ് ആക്കി വെച്ചിരിക്കാറ്. നമ്മൾ കൺസൈറ്റാണ് സംഭവം. ഇപ്പോൾ വീട് നോർമലാണ്. കുറച്ച് കഴിയുമ്പോൾ ആകെ അപ്ഗ്രേഡ് ആവും. ഇത് അവൻ്റെ നമ്മൾ രേഖയോടെ എടുക്കട്ടോ. എന്താടാ രേഖ, സുഖല്ലേ? ആടാ സുഖം. എന്താ വീടൊക്കെ സുഖമല്ലേ? ഓ സുഖമല്ലേ, സുഖം തന്നെടാ. ഇപ്പം വീടൊക്കെ നല്ല പോലെ നോക്കില്ലേ? നമ്മളല്ലേ ഏൽപ്പിച്ച, നമ്മൾ സുഖമായിട്ട് ആർക്കറിയാ നമ്മളൊന്നും വിളിച്ച എനിക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കൊന്നും പറ്റില്ല. ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ. റോട്ടുമ്മല കിടക്കുന്ന, അങ്ങനെയാണ് ആ പുര പോയി കിടക്കുന്നത്. റോട്ടുമ്മ കിടക്കല് കഴിച്ച് എന്താ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. നമ്മളെ ഡ്രോവറല്ലേ അവിടെ ആൻഡ്രോയിക്കോട്ടെ വേണ്ട. ചെക്കനെ വരാതെ മുകളിൽ പോയി കഴിച്ച് നമ്മളോട് വന്ന് മൂടൽ പോക്കണം. അല്ല അവൻ വരുമ്പോൾ ആ പ്ലെയിനിൽ വരേക്ക് പ്ലെയിനും അപ്പം നമുക്ക് ഈ കാർപ്പ് ഇവിടെ ഇറത്തേക്കാം. തൽക്കാലം ഇവിടെ ഇറത്തേക്കാം. അവൻ വരുമ്പം അയ്യനും കൂട്ടിയാൽ വരുന്നത് എന്നാ കേട്ടെ. നമുക്ക് ഈ കാർ ഇവിടെ തന്നെ നിർത്തി വെച്ചേക്കാം. വരുമ്പോൾ എടുക്കട്ടെ. അത് ഇപ്പം നമ്മൾ പോകുമ്പോൾ ഏത് കാർ എടുത്തു കൺഫ്യൂഷനാണ്. ഗാർഡ്സും വിളിച്ചെടുത്താണ്ട് കാർ പിന്നെ കൺസ്ട്രക്ഷൻ സൈറ്റില്ലേ അതുതന്നെ നമ്മളെ രഘു പറഞ്ഞിനി. അപ്പോൾ നമ്മൾ ഗാർഡ്സിന് വിളിച്ചാണ്ട് മാറ്റിയിട്ടുണ്ട്. ഗാർഡ്സിന് വിളിച്ചാരനേക്കാം. ആടാ മോനെ വണ്ടി കൊണ്ടുപോവാ. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. നമുക്ക് കാത്തുക്കാം. വേറെ വെയിറ്റിന് ശേഷം ഓല് വന്നിട്ട് എന്തൊരു കൂട്ടിന് പോയാണ് കാർ എടുക്കാനേ. അപ്പം വന്നപ്പോൾ ഈ കാർ നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യേണ്ടി വരും. സംഭവം ഓല ആ കാർ എടുക്കാൻ പോകണം. ഓലെ ആ മറ്റേ കാറ് അടുത്ത് ഫുള്ളി അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ നിങ്ങൾ വിചാരിക്കേണ്ട ഏതാ കാറ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ പഴയൊരു വീഡിയോയിൽ നമ്മൾ ലെജൻഡർ എടുത്തിനല്ലോ, അതാണ് സംഭവം. ലെജൻഡർ ആ വിറ്റുന്ന് സത്യം പറയുകയാണെങ്കിൽ കയ്യിലിപ്പോൾ ഒരു കാറുമില്ല. അപ്പം നമ്മൾ പണ്ട് നമ്മളെ ഈ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലൊരു ഫോർച്യൂണറില്ലേ, 2 ലെജൻഡർ ഒപ്പരം അയ്യ ഇത് വരിഞ്ഞു കൊണ്ടില്ലേ. ഇനി സംസാരിച്ചൊക്കെ കോത്ത് ഈ വീട്ടിൽ നിൽക്കുന്ന സമയത്തൊരു ഫോർച്യൂണറില്ലേ, ഒരു എക്സല്. അപ്പം ആ വണ്ടിയിലാണ് ഈ വണ്ടി. സംഭവം ഞാൻ വേറെ എന്തോ അല്ല അപ്ഗ്രേഡ് ചെയ്താന്ന് മാത്രം.
അപ്ഗ്രേഡ് ചെയ്ത് ലെജൻഡർ രൂപത്തിലേക്കാക്കിയാണ്. ഏതായാലും വണ്ടി സുഖമുണ്ട്, നല്ല രൂപത്തിൽ ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം. നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തെത്തിന്ന് ഈ വണ്ടി ഓടിക്കാൻ സ്മൂത്തായിട്ട് ഗൈസ്, വൈബാണ്. അതായത് നമ്മൾ ടൊയോട്ടോൻ്റെ വണ്ടിയല്ലേ, അപ്പം വൈബ്. അങ്ങനെ ഗൈസ് നമ്മളിങ്ങനെ വീട്ടിലേക്ക് എത്തിക്കാണ്. നമ്മളെ വീട്ടിൽ കാറില്ല, സംഭവം നമ്മൾ ഗാരേജിലൊക്കെ ഇതാക്കി വെച്ചാണ്. എത്തിനാ ഫുള്ള് കാറും പോരെ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഏതായാലും പോരെ പോയി നിൽക്കാൻ അടുത്ത് നല്ല ക്ഷീണമുണ്ട് ഗൈസ്, രാവിലെ പോരാട്ടല്ലേ. അത് നിങ്ങൾക്ക് 5 പോരെ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണും ഗൈസ് നമ്മളെ പോരാട്ടം. മാതിരി പോരാട്ടമാണ് നമ്മൾ കാഴ്ച വെച്ചവിടെ. എന്തായാലും അതിന് എന്നെ കാണാൻ വരാക്കില്ല, കാരണം ഞങ്ങൾ രണ്ടാളും പണ്ടേ കമ്പനിക്കാരാണ്. ഓളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ ആയിട്ട് അവൾക്ക് എന്നെ നല്ല ഇഷ്ടമാണ്. അപ്പം ഏതായാലും ഓള് വരുമ്പോൾ എന്തായാലും എണീച്ചേണ്ടി വരും, വരുമെന്ന് ഓർക്കാം. അതിന് വരുന്നുണ്ട് എന്നല്ല പറഞ്ഞേ. അപ്പം എനിക്ക് ഏതായാലും ഒന്ന് ഉറങ്ങിയേക്കാം. ഹലോ ഗൈസ്, ഞാനാണ് അൻഷു. ഇപ്പം ഞാൻ അവസാനം ഇന്ത്യൻ ഗെയിം 3 എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. ഒരുപാട് യാത്ര ഉണ്ട്. അപ്പോൾ ക്ഷീണുണ്ടപ്പോൾ അതിനൊന്നും വന്നില്ല. അപ്പോൾ ഫ്രാങ്ക്ലിന് എൻ്റെ പേരിൽ വിചാരിച്ചിരിക്കണം, അതിന് നാളെയാണ് വരിക. അപ്പം അടുത്ത വീഡിയോയിലേക്ക് അതിന് വരിക. അപ്പം നമുക്കേതായാലും നേരെ ഇങ്ങോട്ട് വരണേക്കാം. ഇത് ഓടിച്ച നമ്മളാട്ടോ, കാരണം അതിൻ്റെ ഇടയിൽ അടുത്ത പ്ലേറ്റ് ഒന്ന് കേടുന്നു. ഫൈൽ അവിടെ കിടക്കുന്ന ഭീമാനെ ജസ്റ്റ് ഒന്ന് കേടന്നു പോയി ജസ്റ്റ്. അപ്പം നമ്മളാണ് ഇപ്പോൾ ഇത് ഓടിക്കുന്നത്. വല്ലാത്തൊരു പണി തന്നെ അത് ഓടിക്കുന്നത്. അപ്പം നമുക്ക് നേരെ ഇനി ഇറങ്ങിയേക്കാം. അല്ലാ, എല്ലാം ഇത് എങ്ങോട്ടാ പോണേ? എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ, നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മളിപ്പം ചെറിയ ഡ്രസ്സ് എടുത്ത് അതിനും ഓലൊക്കെ ചെറിയ ഡ്രസ്സിങ് കൊണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കൊരു ഡ്രസ്സ് കിട്ടിയെന്ന് ഇപ്പം കിട്ടൂല ഗൈസ്. അപ്പം നമുക്കൊരു കാറ് ഇവിടെ വെച്ചെന്ന് പറഞ്ഞു, ബൈക്ക് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട വെച്ച് കാറെടുത്ത് വന്നാൽ മതിയായിരുന്നു ഫ്രാങ്ക്ലിൻ. അപ്പം നമുക്ക് കാറുണ്ടോ കൂടെ? ഒരു കാറോട് കാണണ്ടല്ലോ ഗൈസ്, ഒരു പച്ച കാറ്. ഇപ്പോൾ ഹൗസിൻ്റെ അകത്തൊക്കെ വിട്ടുന്നതാണ് ഗൈസ്. നമുക്ക് ഏതായാലും പോയി നോക്കാം. GTA 5 ആണെന്നാണ് പറഞ്ഞ ഹൗസ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഗൈസ് ഹൗസ്? അപ്പോൾ നമുക്ക് ഏതായാലും പോയി നോക്കാം. നിങ്ങൾ കണ്ടില്ല, ഇനി ഞാനൊന്ന് കാണട്ടെ ഗൈസ്. ഇത് കിടില വണ്ടിയാണ്. M5 ആണ്, M4 ആണ് ഗൈസ്. M4 വേറെ M5 പറഞ്ഞത്. M5 നമുക്കൊന്നുണ്ട് കാർ പാർക്കിങ്ങിൽ. നമ്മളെ സിറ്റി കാർ പാർക്കിംഗ് അവിടെ ഉണ്ട്, ദുബായ് ഗൈസ്. നമ്മളെ ദുബായ് കാർ പാർക്കിംഗ് സിറ്റിയിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും തൊള്ളേന്ന് M5 വരുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് എവിടെയാണെന്നാണ് പറഞ്ഞ വീട്. കാണുന്നുണ്ട് എനിക്ക് പത്തു ഗൈസ്. അപ്പം നിങ്ങളും ആദ്യമായിട്ട് കാണുന്ന തോന്നുന്ന ഗൈസ്. നേരെ നമുക്ക് വീട്ടിൽ കയറ്റാം. സംഭവം അങ്ങനെ ഗൈസ്, നമ്മൾ ഈ വീട്ടിലേക്ക് എത്തിച്ചേർന്ന ഇത്രയും വലിയ മാൻഷനായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാർ പാർക്കിംഗ് പോയിട്ട് ഞാൻ റെൻറ്റിലാണ് കഴിയുന്നത്. റെൻറ്റിലൊന്നല്ല കേട്ടോ, കുറേ മാൻഷൻ ഉണ്ട്, ഒക്കെ മേടിക്കണമെന്ന്. ഇവിടെ ചെറിയൊരു ബിസിനസ്സിന് വേണ്ടി വന്നാൽ നമ്മൾ ഓരോ ദിവസം ഇവിടെ വന്നതാണ് കേട്ടോ. ഫ്രാങ്ക്ലിൻ വിളിച്ചിട്ട് ചെറിയൊരു ഡീലിങ് വന്നാൽ അതിന് പൈസ ഇട്ടാണ് നമ്മൾ അത്രയും കാർസൊക്കെ വാങ്ങി. നമ്മളിവിടെ ബിസിനസ് ചെയ്തുകൊണ്ടാണ് ഇനി പൈസ ഉണ്ടാക്കാൻ പോകണിട്ട് ഗൈസ്. അപ്പം നിങ്ങൾ കാർ പാർക്കിങ് കണ്ടിട്ടുണ്ടാവും എൻ്റെ മണികൾ. വൈപ്പ് ഇത് വീടൊക്കെ ഒന്ന് ചുറ്റി കാണാൻ ഗൈസ്, നല്ല ക്ഷീണമുണ്ട്. അപ്പം നമുക്ക് ഫ്രാങ്ക്ലിനെ ഒന്ന് കാണാൻ പോകണം. ചിലപ്പോൾ അതിന് വരാതി പറയാൻ പറ്റൂലല്ലോ. ഇതേതാ? ഇത് ഡ്രസ്സിങ് ആണ്, വൈപ്പാണല്ലോ, നല്ല വേസ്റ്റാ. ഇവിടെ മൈക്കിളിൻ്റെ ഹൗസാണ് സത്യം പറയാണ് ഗൈസ്. നമ്മളെ മൈക്കിളിൻ്റെ ഹൗസാണ് തോന്നുന്നു. എന്താ കക്കൂസ് ആ ഏരിയ ഇവിടെ കക്കൂസ് ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം.
ഇത് റൂമാണ് ഗൈസ്. റൂം തന്നെയാണ്. റൂമല്ല, ബാൽക്കണി. സെറ്റപ്പാണല്ലോ. അപ്പം മൈക്കിളിന് ഇതിലൊരു വീടുണ്ട്, അത് നോക്കണം. നമുക്ക് ജെമ്മിൻ്റെ വീടൊക്കെ ഉണ്ട് ഇതിൽ, ഒക്കെ നോക്കിയേക്കാം. നമുക്ക് മൈക്കിളിൻ്റെ റൂം ഇതാണ്. നമുക്ക് ജിമ്മിൻ്റെ റൂം അല്ല, മൈക്കിളിൻ്റെ റൂം ഇതാണ്. ജിമ്മിൻ്റെ റൂം അതാണ്. മൈക്കിളിൻ്റെ റൂം ഇവിടെ ആകെ റൂമുള്ളൂ ഗൈസ്. ആ ചങ്ങായിക്കുന്ന റൂം കുറേ റൂമൊക്കെ ഉണ്ടാക്കി. മൂട് പോക്കിച്ച്. അപ്പോൾ ഇതൊരു ചെറിയ ബാൽക്കണിയാണ്. അതിന് വരുന്നതിന് മുന്നേ ഇവിടെ എന്തെങ്കിലും ഫിറ്റ് ചെയ്തില്ലെങ്കിൽ ടാപ്പാ. പിന്നെ ഓളെ കാണൂല. ഓളെ ഇത് കണ്ടാൽ പിന്നെ ഇവിടെ തന്നെ പെറ്റെടുക്കലേ. ബാൽക്കണി സെറ്റപ്പാണ്. ഈ പണിത്തവർക്ക് ആൾക്കൂടി പണി ചെയ്തില്ല. ശരിക്കും മൈക്കിൾ ഹൗസാണ് പറഞ്ഞത്. ഇപ്പോൾ ഒന്നും ഉണ്ടാവുന്നുണ്ടാവില്ല. നമുക്കൊന്ന് കുളിക്കണം. സ്വിമ്മിംഗ് പൂൾ ഇല്ലെങ്കിൽ ഈ വീട് വിട്ടാൽ പോകും. അല്ല, സ്വിമ്മിംഗ് പൂളിൽ ഫ്രാങ്കിൻ്റെ പുര പോയിക്കാം. നമ്മളവരൊപ്പം വൈകി സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ ഇതാണ്. ആരാ വരെ ഉള്ളൂ. അവിടെ ബീച്ചുണ്ട് എന്നല്ല, നമുക്ക് ബീച്ച് പോകാം. അത് സൺപാത്രം വെച്ചാൽ എല്ലാം ഓരോ നമ്മൾ ഈ വീട് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താ പറയുക, ഞാൻ കാണിച്ചുതരാം. ഇവിടെ എന്താ കാർ ബൈക്ക് കളക്ഷൻ അല്ല, നമ്മളെ അയിനൂൻ്റെ കളക്ഷൻസ് ആട്ടോ ഗൈസ് ഇതൊക്കെ. ഇതിൽ ഈ ചില വണ്ടികളൊക്കെ നമ്മളെടുക്കും. ഈ GT ഒക്കെ, റോക്കി ബൈക്കൊക്കെ നമ്മളെടുക്കും. നമ്മളെ റോക്കി ബൈൻ്റെ ബൈക്കാണ് ഫുള്ളി മോഡിഫൈഡ്. ഇതേതാ വണ്ടി നോക്കി നോക്കട്ടെ. വൈബ്. ഇതെത്താ സ്റ്റിയറിംഗ് ഒന്നുമില്ലേ? ഇതാ തലച്ചോറ് VH കൺട്രോൾ ചെയ്യാൻ. ഏതായാലും ഇതിലങ്ങനെ കറങ്ങാൻ അടിപൊളിയാണ്. കിടില്ല വണ്ടി, നല്ല രസമുണ്ട്. ഇതിൽ പോണാണ്. നമുക്ക് ഏതായാലും ഈ വണ്ടി ഇവിടെ വെക്കാം. അല്ല, ഈ വണ്ടി പോയാലോ? വണ്ടി പോയാൽ എല്ലാവരും കാണും. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നോട്ടെ. നമുക്ക് ബൈക്കിൽ പോകാം, കാറിൽ പോകാം. ബൈക്ക് പോകാം. കാറിലൊരു വൈബില്ല ഗൈസ്. AC ഒക്കെ ഇട്ട് ഒരു വൈബില്ല. വേനൽക്കാലമാണ്. അപ്പം കാർ എടുക്കുന്ന രസം സംഭവം AC ഒക്കെ ഇട്ടിട്ട് വൈബായിട്ട് പോകാം. പക്ഷെ ബൈക്ക് പോണ കാറ്റും പിന്നെ ഒരു റൈഡർ കിങ്ങിൻ്റെ ഒക്കെ ഒരു ഇതൊക്കെ അതൊന്നും കഴിയൂല ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബൈക്ക് എടുത്ത് തന്നെ പോകാം. നമ്മളെ റോക്കി ബൈക്ക് തന്നെ ആയിക്കോട്ടെ. നമുക്ക് നേരെ ബൈക്ക് എടുത്ത് പോവാം. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് A+ ഒക്കെ കിട്ടാൻ പരീക്ഷ കയ്യിലിരിക്കുകയാണ് ഗൈസ്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച ഓൾക്ക് ഞാനും പ്രാർത്ഥിക്കും ഗൈസ്. അപ്പം നമ്മളെ ബൈക്ക് എടുത്ത് നിന്നിട്ടോ ഗൈസ്. എൻ്റെ അടുത്ത് ഒന്നുകൂടി മോഡിഫിക്കേഷൻ ചെയ്യട്ടെ ഗൈസ്, ഒന്നുകൂടി വൈപ്പാവും. ഏതായാലും താറോക്സ് എടുത്തു പോവാ. ബൈക്ക് പിന്നൊക്കെ ഇവിടെ തന്നെ അല്ല ഉണ്ടാവുക. അപ്പം ഇവിടെ താറോക്സൊക്കെ നമ്മളെ ഉണ്ട് ഓൾറെഡി. അതൊക്കെ നമ്മൾ ഓടിച്ചതാണ്. താറോക്സ് തരാം നമ്മൾ ഓടിച്ചില്ല ഗൈസ്. പിന്നെ ഇവിടെ ഒരു മോഡിഫൈഡ് ഉണ്ട്, നമ്മൾ കണ്ടെന്ന്. അപ്പം നമുക്ക് താറോക്സ് എടുത്തു പോവാം. ഷിഫ്റ്റ് നമ്മൾ പറഞ്ഞാണല്ലോ, കാണില്ലല്ലോ. ഷിഫ്റ്റ് ഇല്ലേ? ഷിഫ്റ്റ് നമ്മൾ പറഞ്ഞാണ്, അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്ക് പോയേക്കാം. ബീച്ച് അവിടെ തന്നെയാണ് കേട്ടോ ഗൈസ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഒരു ഈസി റൂട്ട് ഉണ്ട്, അതിലെങ്ങനെ പോവാം. ഇതിലങ്ങനെ പോകണമെങ്കിൽ കുറച്ച് ടൈം പിടിച്ചു. ഈസി റൂട്ട് ഇതിൻ്റെ ഈ താറോക്സിൻ്റെ കളർ വന്നില്ല. അപ്പോൾ സോൾവ് ആക്കേണ്ടി വരും. താറോക്സൊക്കെ ഗൈസ് വണ്ടിക്ക് എന്താ പറ്റി നോക്കട്ടെ. താറോക്സ് ഇതിനൊന്നും പറ്റിയില്ലേ? സോളോ ആക്കണ്ടേ? പോണതാ. അപ്പം നമുക്കും പോവാം. ഇത് കളറ് ആർക്കൊക്കെ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. സംഭവം എനിക്ക് അത്ര
ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇഷ്ടമായി, ഇഷ്ടമായില്ലേ ചോദിച്ചാൽ ഇഷ്ടമായില്ല. അങ്ങനെ ഒരു മട്ടാണ് ഗൈസ്. അപ്പം നിങ്ങൾ കമൻറ്റ് ഏത് കളറായി വണ്ടിക്ക് അടിച്ചത്, അല്ലെ ഈ കളറിൽ തന്നെ പോകണമെന്ന് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളാരും കമൻറ്റ് ചെയ്യാത്തുണ്ട് ഗൈസ്. കമൻറ്റ് ചെയ്യും, എനിക്ക് ഓരോ മൂഡൊക്കെ കിട്ടുള്ളൂ ഗൈസ്. ഓരോ വീഡിയോയിലെ മൂഡുണ്ടാവുള്ളൂ വീഡിയോ എടുക്കാൻ. അത് മാത്രമല്ല ഓരോ സ്റ്റോറീസ് കിട്ടണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. നല്ല പിന്നെ ഇപ്പം നേരെ ബീച്ചിക്കട് പോയി, ബീച്ചെത്തിയിട്ട് കാണാം. ബീച്ചൊക്കെ ഷോർട്ട് കട്ട് കാണിച്ചല്ലേ. ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഗൈസ്. നമ്മളെ പഴയ ഫ്രാങ്ക്ലിൻ്റെ ഹൗസ്. പക്ഷെ ഫ്രാങ്ക്ലിൻ ഇവിടെ അല്ല എന്നാണ് പറഞ്ഞത്. ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ നിന്ന് കയറണം, ബീച്ച് പോയിട്ട് കയറാം. ഡ്രസ്സൊക്കെ നമ്മൾ എടുത്ത് വെച്ചിരുന്നു ഗൈസ്. സംഭവം ഞാൻ നൈസായിട്ട് എടുത്ത് വെച്ചിരുന്നു. പിന്നെ ബൈക്ക് എടുക്കല്ലേ വിചാരിച്ചത്, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് തന്നെ അവിടെ ഇടാം. ബീച്ചൊക്കെ ഇതാണ് പോയി. സംഭവം പറയണ ഞാൻ ഡ്രസ്സ് എടുത്തില്ല, പിന്നെ നിങ്ങൾ കളിയാക്കുക വിചാരിച്ചിട്ടാണ് ഡ്രസ്സ് എടുത്തെന്ന് നമ്മൾ പറഞ്ഞേ. എൻ്റെ ചില്ലും പൊട്ടിച്ച് ഈ ചങ്ങായി. നമ്മളൊരു ഡ്രസ്സ് എടുത്ത് ആളാവാൻ നോക്കി, ആളിപ്പോൾ വണ്ടിയായി. നമുക്ക് വെള്ളത്തിൽ കൂടെ വണ്ടി എത്തിയാലോ? കാറോക്സിൻ്റെ പവറാണ് കാണാം. പൗതിയോളം എനിക്ക് ശ്വാസം കിട്ടില്ല. വണ്ടി വിളിച്ചത് വണ്ടി കുടുങ്ങി. വരുന്നുണ്ട് പേടിപ്പിച്ചു മനുഷ്യനെ. അല്ല ഞാൻ കാരണം നമുക്ക് തന്നെ കുഴപ്പമൊന്നുമില്ല. വണ്ടിയാകെ തന്നെ എടുക്കരുത്. പിന്നത്തെ നമുക്ക് നേരെ ചാടി കുടിച്ച ഒരു ബോട്ട് കിട്ടിയെങ്കിൽ ഒന്നുകൂടി വൈബായി. ബോട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഗേസ് ബോട്ട് എടുക്കാണ്ട്. അപ്പോൾ നമ്മൾ നേരെ നീന്താൻ തുടങ്ങി. വൈബാവട്ടെ. ഏതായാലും കുറേ നേരമായി നീന്തുന്നു. അപ്പോൾ ഇനി കയറിയേക്കാം. നമുക്ക് ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലൊക്കെ പോകാനുള്ളതാണ്. വൈബ് അപ്പോൾ നേരിട്ട് പോയേക്കാം. എൻ്റെ വീട്ടിൽ എത്തിയേക്കാണ്. ഫുൾ കവറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഏതായാലും ഉള്ളിലേക്ക് കയറിയേക്കാം. അവിടെ ഡിഫൻഡറൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. ഉള്ളിൽ കയറി വെക്കാം ഗൈസ്. ഇവിടെ വീട് നോക്കിയിട്ട് ഫ്രാങ്ക്ലിനെ കാണുന്നത് ഗൈസ്. നമുക്ക് CCTV ഒന്ന് പരിശോധിച്ച് നോക്കാം. TVയിലേക്ക് CCTVൻ്റെ പരിശോധിക്കണം. CCTV നമ്മൾ പരിശോധിക്കുന്നത് ബ്ലാക്ക് ജീവനാണ് നോക്കുന്നത്. ഇത് നമ്മളെ കാരിമീനായിട്ട് നിൽക്കുന്നത്. ഫ്രാങ്ക്ലിൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാറൊക്കെ വെക്കാൻ പോയി. അതൊക്കെ നമ്മൾ ഇതിലും കണ്ടു കേട്ടോ. അതിനിവിടെ ഒന്ന് കെടുക്കുക. അങ്ങനെയല്ല മറ്റേതാണ് സംഭവം. ഇത് കണ്ടാൽ ലോഞ്ചറായിട്ട് തോന്നുമെങ്കിൽ ഇത് മയക്കൂടിയാണ്. അടിച്ച സ്പോട്ടിൽ ആരും മയങ്ങി പോയി. പിന്നെ കൈസ് ഫ്രാങ്ക്ലിന് ഡിക്കിയിലിട്ട് പോകുന്നത് കൈസ് ഞാൻ അടിച്ചല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പം കണ്ടിയാണ് കൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഫ്രാങ്ക്ലിനെ റിസ്ക്കിന് ഇടുന്ന കമൻറ്റ് കിട്ടും ഗൈസ്. അടുത്ത വീഡിയോ നമ്മൾ എന്തായാലും വരും. ബായ്. ഒരു തിരക്കുണ്ടായത് അപ്പം ഇതിന് ഇട്ട് പോകേണ്ടി അല്ല അതിന് വരേണ്ടിയാണ്. അപ്പം ഒരു തിരക്കുണ്ടായതുകൊണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം.